ബ്രെഡ് കൊണ്ട് അടിപൊളി ടേസ്റ്റിയായ ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ. അതും വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായ ചായക്കടിയാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായ മസാലകൾ: ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വേവിച്ചെടുക്കാം. ഇത് തൊലി കളഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്തപാട് ഉടച്ചെടുക്കാം. ആദ്യം ഇതുപോലെ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് എടുക്കാം, എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഞാനിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിന് ആവശ്യത്തിന് വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് 2 ഉള്ളി, 4 പച്ചമുളക്, 4 വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, കറിവേപ്പില, മല്ലിയിലയാണ്. പിന്നെ 1/2 കപ്പ് കടലപ്പൊടിയാണ് ഇതിന് വേണ്ടി എടുത്തത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 പീസ് വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് നന്നായി മിക്സാക്കി കൊടുക്കാം. കൂടുതൽ കട്ടിയും കൂടുതൽ ലൂസും ആവാത്ത രൂപത്തിലാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂണ് വെച്ച് നല്ലോണം ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് വെക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങിന് ഉപ്പിട്ടത് കൊണ്ട് മസാലയ്ക്ക് കണക്കായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 6 പീസ് ബ്രെഡാണ് എടുത്തത്. നിങ്ങൾക്കനുസരിച്ച് ബ്രെഡ് എടുക്കാം. നിങ്ങൾക്ക് കൂടുതലാണ് വേണമെങ്കിൽ കൂടുതൽ ബ്രെഡ് എടുക്കാം. ഇപ്പം ഞാൻ 6 പീസ് ബ്രെഡാണ് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ മസാല ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇതിനെല്ലാം നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കട്ട് ചെയ്യുന്ന സമയത്ത് അധികം പ്രസ് ചെയ്ത് പിടിക്കാതെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കടലമാവിലേക്ക് മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെല്ലാം നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.